ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഹായ് ഗൈസ്, വരൂ നമുക്കിനി കുറച്ച് അവിഹിതം പറഞ്ഞിരിക്കാം. സജ്ന നൂർ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പൊ അടുത്ത 2-3 വിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് തെന്നി മാറിപ്പോയ ഒരു കക്ഷിയാണ്. മറ്റേ ഫിറോസ് ഖാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരി ഒരു 3 വീക്സ് ഗർഭിണിയാണ് എന്ന് പറയുന്നു, ഇപ്പൊ അല്ല എന്ന് പറയുന്നു, ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ആരോ പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നു, ആരാണ്ടൊക്കെയോ സംശയമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി വിഷയം ആദ്യം ഒന്ന് പറഞ്ഞു തന്നേക്കാം. അതിനുമുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടി ചെയ്തേക്കാം. ഇനി വിഷയം വേറൊന്നുമല്ല, ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നു. ഇത് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ അവർ 3 വീക്ക് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. വയറ് താങ്ങി പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ കാണിക്കുന്നു. ഒപ്പം റസൂൽ പൂക്കുറ്റിയുമായി വളരെ ഇന്റിമേറ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷം ഒത്തിരി പേര് ഇവർക്ക് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വേറെ പല പോസ്റ്റുകളും കാണാനിടയായി. പിന്നെ അത് യൂട്യൂബിനകത്തോട് ചർച്ചാ വിഷയങ്ങളാകുന്നു, വിവാദങ്ങളാകുന്നു. പിന്നെ ഒരു നിശബ്ദത. വീണ്ടും ഇന്നത് ഒരു റിയാക്ഷൻ വീഡിയോ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം ആരോടോ ഹാക്ക് ചെയ്തുകൊണ്ട് പോയേ, അവരാരോ എന്തോ എടുത്തിട്ടതാണ് എന്നെ അനാവശ്യം പറയാൻ വേണ്ടി എന്നാണ് ആ പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ അതിൽ ചില സംശയങ്ങളുണ്ട്. അതിനു മുമ്പ് ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാറ്റുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തു. ഒറ്റ മിനിറ്റ്. ഈ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാർ എന്തിലോട്ടാണ് പറഞ്ഞത്? വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളും അയച്ചു തന്നു എന്ന് പറയുന്ന വ്യക്തികൾ എന്തിലോട്ടാണ് ഇട്ട് തന്നത്? അപ്പൊ നിങ്ങൾക്കൊരു സെക്കൻഡറി ഫോൺ ഉണ്ട്. അപ്പൊ ഇവ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷാലുവിനെ വിളിച്ച് പാനിക് ആവുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ഉപയോഗിക്കുന്ന സെക്കൻഡറി ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ ഉപയോഗിച്ചിട്ടോ എന്റെ ഫോണിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്തോട്ട് ആക്സസ് കിട്ടുന്നില്ല, അതിന് എന്തെങ്കിലും തുടർ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും ആയിട്ട് അവെയർ ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു അവയർനെസ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു കുറിപ്പോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ എങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? ബാക്കി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലു ആണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം ചെയ്യണം ചേച്ചി, കേസ് വഴി തന്നെ മുമ്പോട്ട് പോകണം. അപ്പം ചേച്ചി ആ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. കേസ് കൊടുക്കും. അപ്പൊ ഇത്ര സമയത്ത് കേസൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയും വലിയൊരു അനാവശ്യ പോസ്റ്റും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ഇത്രയും ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടും ചേച്ചി ഇത്രയും സമയമായിട്ട് പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലോ പോയി കേസ് കൊടുത്തില്ല. ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരും ബോധിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമലി ആരുടെങ്കിലൊക്കെ ഫോൺ ഇതേമാതിരി ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അറിയാണ്, സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മീഡിയ വഴിയോ അല്ലെങ്കിൽ അറിയാവുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ വഴി, പ്രത്യേകിച്ച് ഇവരെ പോലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്ക് ഒത്തിരി ഓൺലൈൻ വീഡിയോസ് ആയിട്ട് മറ്റ് പല ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ സമീപിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിച്ച ആൾക്കാരുടെ മുമ്പിലോട്ട് ഈ സാധനം എത്തിക്കാതെ ഇത്രയും സമയം ഇണ്ടാതിരുന്നിട്ട് പിന്നെ അക്കൗണ്ട് റിക്കവർ ആയി കിട്ടിയതിനു ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൽ എന്താണ് കാര്യമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത് ഇവർ തന്നെ മറ്റേ മാടമ്പള്ളിയിലെ മനോരോഗി രണ്ടാളും ഒന്ന് തന്നെ എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് ഇട്ട ആളും ഇവർ തന്നെ, ഇപ്പൊ അതെല്ലാം തന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആളും ഇവർ തന്നെ. ഇവർ ഈ റസൂൽ പൂക്കുറ്റിന്റെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസോ ആ ഒരു സ്ക്രീനിൽ വയർ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയോ ഒന്നും ഒരു ഇതിലും കാണാം. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചിത്രങ്ങളാണ്. ഇപ്പോഴും അത് കാണാൻ സാധിക്കാത്ത ചിത്രങ്ങളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ വയറ് താങ്ങി പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയ്ക്കകത്ത് വ്യക്തമായിട്ട് അത് സജന തന്നെയാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന സകല തെളിവുകളും അവർക്ക് എഗെയിൻസ്റ്റ് ആണ്. അവരുടെ കയ്യിലെ ഫുള്ള് റിങ്ങുകൾ, ആ റിങ്ങുകൾ നോക്കി കണ്ടാൽ മനസ്സിലാവും അത് അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിങ്ങാണ്. പിന്നെ അവരുടെ ഫോണിന്റെ കേസും അതും ആ സ്ക്രീൻഷോട്ടിനകത്തുള്ളതും അതും ആ ഇട്ടിരിക്കുന്ന സ്റ്റോറിക്കകത്തുള്ള പോസ്റ്റിലും വേറെ പല പോസ്റ്റുകളും സെയിം തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന ഫോണിന്റെ കേസും. വേറൊരു കാര്യം, അവരുടെ കയ്യിൽ ടാറ്റു. ആ ടാറ്റു ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. അവരുടെ കയ്യിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ടാറ്റു ഉണ്ട്.
പിന്നെ ഇതിനി അവരല്ല എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റില്ല. റസൂൽ പൂക്കുറ്റിന്റെ കൂടെ പിന്നെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ അവർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. അവർ മാത്രം വ്യക്തിപരമായി സൂക്ഷിക്കുന്ന ഫോട്ടോസോ കാര്യങ്ങളോ ആയിരിക്കാം. ഒന്നെങ്കിൽ ഇവർ വേറെ ആർക്കോ ഷെയർ ചെയ്ത് കൈ കിട്ടിയ ആൾ അത് മുതലെടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പണി കൊടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ ഓർക്കാപ്പുറത്ത് അറിയാണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇവർ തന്നെ അതിട്ട് നാളെ ഈ റസൂൽ പൂക്കുറ്റിക്ക് വേറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേറെ ഏതൊക്കെയോ തരത്തിൽ ആ പെണ്ണുമ്പിളക്ക് വയ്യ എന്നൊക്കെയാണ്, ഭാര്യയ്ക്ക് എന്തൊക്കെയോ രീതിയിലുള്ള സൂക്കേടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ അത് വേറെ ഏതൊക്കെയോ ലൈനിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് ഭയന്നിട്ട് ഇവർ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഡ്രാമ ഇറക്കിയിരിക്കാനാണ് സാധ്യത. അതല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഗാലറി കിടക്കുന്ന ഇവരുടെ പേഴ്സണൽ ഫോട്ടോ ആർക്കെങ്കിലും ഇവർ ഷെയർ ചെയ്യാതെ ഇവർ പോലും അറിയാതെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു എന്ന് പറയുന്നത് ഓക്കെ, അല്ലാതെ ഇവർ ഫോൺ അടക്കം ഹാക്ക് ചെയ്ത പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഫോൺ അടക്കം ഹാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഗാലറിയിലെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കയറിയ വേറെ ആരോ പോസ്റ്റ് ഇട്ടു എന്ന് നമുക്ക് പറയാം. അതല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഗാലറി കയറിയിട്ട് അവരുടെ വ്യക്തിപരമായ സാധനങ്ങൾ ചകഞ്ഞിട്ട് തോണ്ടിയെടുത്ത് ഇൻസ്റ്റയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ഇടുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇവർ തന്നെ ഇത് ചെയ്തു വെച്ചിട്ട് വേറെ ഏതോ ഒരു ഡ്രാമ ഇറക്കുന്ന പോലെയാണ്. ഇതിനു മുമ്പും ഈ ഫിറോസ് ഇവരുടെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഈ പൂക്കുറ്റിയായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് വൻ രീതിയിൽ ചർച്ചയായിട്ട് പോയ സാധനങ്ങളൊക്കെയാണ്. അന്ന് ഇവരത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഫിറോസിനെതിരെയുള്ള കുറെ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതും സോഷ്യൽ മീഡിയയ്ക്ക് അത് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇവരറിയാതെ ഇങ്ങനെ ഒരു ഫോട്ടോയും കാര്യങ്ങളും എങ്ങനെ വന്നു? ഇനി ഇത് AI ആണെന്നൊക്കെ പറഞ്ഞു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്താണെങ്കിൽ സാധ്യതകളൊന്നും നമ്മൾ തള്ളി കളയുന്നില്ല. ബാക്കി പറഞ്ഞാട്ടെ. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കും. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വലിച്ച് ഇതിനകത്തോട്ട് ഇടുന്നത്? കുഞ്ഞുങ്ങളെ വെച്ച് ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ ഒരു പോസ്റ്റ് പുറത്തേക്ക് വരുന്നു, പോസ്റ്റ് അല്ല ഒരു സ്റ്റോറി പുറത്തേക്ക് വരുന്നു. അതിൽ നിങ്ങൾ 3 വീക്ക് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. റസൂൽ പൂക്കുറ്റിയായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ അതിൽ കാണുന്നു. അപ്പൊ നിങ്ങൾ അതിനുള്ള സാധനങ്ങൾ തെളിവ് സഹിതം ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിക്കല്ലാണ്ട് നിങ്ങളെ കുഞ്ഞിനെയൊക്കെ ഇതിനാണ് അനാവശ്യമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചയച്ചുകൊണ്ടുവന്നത്? എന്ത് കാര്യത്തിന്? ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. എന്തായാലും വരണം ചേച്ചി, കാരണം ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. ഇനി നിങ്ങൾ തന്നെ പറയണം ആ ഫോട്ടോ എന്താണ്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ വിത്ത് എവിഡൻസ് നിങ്ങൾ തന്നെ ആൾക്കാർക്ക് കൊടുത്താലേ നിങ്ങൾക്ക് കളഞ്ഞു പോയ ഒരു വിശ്വാസം തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്, കളിക്ക് പറയുന്ന ആരും കരുതണ്ട. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവര് പ്രഗ്നന്റ് അല്ല എന്നുണ്ടെങ്കിൽ വയറ് താങ്ങി പിടിച്ച ഒരു മിറർ സെൽഫി ഇപ്പൊ അടുത്ത് അതായത് ഈ ഫിറോസ് ഖാനൊക്കെ ആയിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഇവർ എന്തിനെടുക്കണം? വെറുതെ ഒരു രസത്തിന് ഫണ്ണി ആയിട്ട് എടുത്തു വെച്ച ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തിനാ റസൂൽ പൂക്കുറ്റിയുടെ കൂടെ അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോന്റെ കൂടെ സ്റ്റോറിയിൽ ഇവർ പറയുന്നു ഹാക്ക് ചെയ്തു എന്നുള്ളത്? ആ ഒരു വ്യക്തി എന്തിനത് പോസ്റ്റ് ചെയ്യണം? അപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത പല സാധനങ്ങളാണ്. നമ്മളാണെങ്കിലും ഇപ്പം വെറുതെ പോയിട്ട് പ്രഗ്നന്റ് അല്ലാണ്ട് കണ്ണാടിന് മുമ്പ് പോയിട്ട് വയറും താങ്ങി പിടിച്ച് ഇങ്ങനെ ഒരു മിറർ സെൽഫി എടുത്ത് ഫോണിനകത്ത് വെറുതെ സൂക്ഷിച്ചെടുത്ത് വെക്കുമോ? അല്ലെങ്കിൽ വെറുതെ വല്ല ജിമ്മിൽ എക്സസൈസിന്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ വയർ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. അത് നോർമലി നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ സജന. ഇവരുടെ ഭാഗത്തു നിന്ന് ആദ്യത്തെ വീഴ്ച ഫോൺ ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഫോണ് നമ്മുടെ കൺട്രോളിലല്ല ഈ ഒരു സാധനത്തിന്റെ ആക്സസ് എന്ന് മനസ്സിലായ പാടെ ആർക്കും ഏതൊരു രീതിയിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവരുടെ ഇടയിലോട്ട് ഇത്രയധികം സംശയം വന്നിട്ടുള്ളത്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോരം സെലിബ്രിറ്റി കോൺടാക്ട്സ് ഉണ്ട്. അത് ആരെങ്കിലുമൊക്കെ വഴി ഇവർക്ക് അത് 4 ആൾക്കാരെ അറിയിക്കാൻ അപ്പൊ തന്നെ ആ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇത് ഇവരുടെ ആൾക്കാർ അന്വേഷിക്കാതിരിക്കും, ചോദിക്കാതിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവരെന്തായാലും അതിനെക്കുറിച്ച് അറിയും. ആ രീതിയിൽ ആരുടെയെങ്കിലും ഒക്കെ സഹായം തേടിയിട്ട് ഇവർ അതിനൊരു എക്സ്പ്ലനേഷനോ ഉത്തരവോ മറ്റേതെങ്കിലും വഴി കൊടുക്കണ്ടേ? അതൊന്നും ചെയ്യാതെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്നിരുന്ന ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കുന്നേ? ആരാണ് ഇങ്ങനെ ചെയ്തത്, എന്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ്? ഇപ്പം എനിക്ക് എന്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെ എന്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫ് ആയിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടുതരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വിശ്വസിക്കുക. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എന്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം.
ശരി, അപ്പൊ ചേച്ചി നിയമപരമായിട്ടൊക്കെ നീങ്ങിക്കോളൂ. ഈ വീഡിയോക്കകത്ത് തന്നെ അവർ കൈയിട്ട് ഇങ്ങനെ ആട്ടുന്ന സമയത്ത് ആ ഒരു മിറർ സെൽഫിക്കകത്ത് കാണുന്ന മോതിരം ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾ കേസ് കൊടുക്കുക, നിയമപരമായി മുമ്പോട്ട് പോവുക, അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ വിമർശിച്ച ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അറിയിക്കുക. അതൊക്കെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങൾ പറയേണ്ട 2-3 ഉത്തരങ്ങൾ ഇതാണ്. സോഷ്യൽ മീഡിയ വഴി പറയേണ്ട ഉത്തരങ്ങൾ. എന്റെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം, ആ ഒരു മിറർ സെൽഫി പരസ്പര ബന്ധമില്ലാതെ എന്തിന് വൈറൽ കൈയും വെച്ച് താങ്ങി പിടിച്ചെടുത്തു എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ഗാലറി കിടക്കുന്ന നിങ്ങൾ ഇന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള ആ ഒരു ഫോട്ടോ, ആ മോതിരം കാര്യങ്ങളും ഫോണിന്റെ കേസും എല്ലാം കണ്ടിട്ട് അറിയാം. ആ ഒരു ഫോട്ടോ എങ്ങനെ ഹാക്കറിന്റെ കയ്യിൽ കിട്ടി? ഇൻസ്റ്റാഗ്രാമാണല്ലോ ഹാക്ക് ചെയ്തിട്ടുള്ളത്, ഗാലറി ഫോണും അല്ലല്ലോ. പിന്നെ റസൂൽ പോക്കറ്റുമായിട്ടുള്ള ആ ഒരു ഇന്റിമേറ്റ് ചിത്രം എവിടെ വെച്ച് എങ്ങനെ എന്ത് ആവശ്യത്തിന് വേണ്ടി എടുത്തു? അതും ഗാലറിയിലുള്ള ഫോട്ടോ ആണ് ഇവർ ഹാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് AI ആണോ അല്ല, ഇങ്ങനെ ഒത്തിരി ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള വ്യക്തമായ മറുപടി ആദ്യം നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.